ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഒരു സംശയമാണ്, പക്ഷേ എന്റെ ആ സംശയം 100% സത്യമാണോന്ന് എനിക്കറിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയൂ. അതായത് അമ്മാവന്റെ കാറില് മയക്കുമരുന്ന് വെച്ചത് റോഹനാണോന്ന് എനിക്കൊരു സംശയം. അതെന്താ നിനക്കിപ്പോ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? അതായത് അമ്മാവനെ എങ്ങനെയും ഇംപ്രസ് ചെയ്യിക്കാനാ അവന്റെ ശ്രമം. അമ്മാവന്റെ വിശാലമായ സ്നേഹമൊക്കെ അവന് പിടിച്ചു പറ്റണം. അതിന് ഇങ്ങനൊരു വേല ചെയ്ത എന്താന്ന് അവൻ ചിന്തിച്ചാണോ? കുറെ നേരത്തേക്ക് നിന്നെ മുൾമുനയിൽ നിർത്താൻ അവന് കഴിഞ്ഞില്ലേ? അതുവഴി നിന്റെ സ്നേഹവും അവന് കിട്ടി. ഞാനൊരു ജനപ്രതിനിധി മാത്രമല്ല, ഒരു മിനിസ്റ്ററും കൂടിയാ. ഹോം മിനിസ്റ്റർ അവർക്ക് സസ്പെൻഷൻ ഓർഡർ ഇട്ടതാ. ഞാനത് തടഞ്ഞത്. ഞാൻ മയക്കുമരുന്ന് കടത്തിന്ന് പറഞ്ഞ ആരാ വിശ്വസിക്കുക? എന്നാലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല ഏട്ടാ. അതെ, അതും ശരിയാ. അതെ, ആ റോഹൻ ഇതൊക്കെ ചെയ്യും. അവരെ കണ്ടാൽ അറിയില്ലേ ഒരപലക്ഷണം പിടിച്ച ചെറുക്കനാണെന്ന്. അല്ല, യാമിനി പറഞ്ഞപ്പോഴാ ഞാനതറിഞ്ഞെ. അവൻ നമ്മുടെ ഋതുമോളോട് ചെയ്ത മര്യാദകേട്. എന്ത് വൃത്തികെട്ടവനവൻ. അവളുടെ വെർജിനിറ്റിയിൽ അവന് സംശയം. അവന്റെ തലക്കെട്ടിട്ട് കൊട്ടു കൊടുക്കണം. അവനൊരു മാനസിക രോഗിയാ പ്രതാപ. അമ്മ പറയുന്നത് കറക്റ്റാ. അവന്റെ മാനറിസം കണ്ടാ തന്നെ മനസ്സിലാവും. അവനെ സകലമാന മയക്കുമരുന്നും വലിച്ചു കയറ്റും. ഒരു ഭ്രാന്തനാ. ദേ, അവനെ കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ കല്യാണം കഴിപ്പിക്കരുതെന്നാ എന്റെ അഭിപ്രായം. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പോ എന്നോട് പറയാത്തതിന്റെ കുഴപ്പം ഇതൊക്കെ. ശരി, നമുക്കെല്ലാവർക്കും കൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാം. എന്തായാലും ആ റോഹന് നമുക്കിനി വേണ്ട. അവന് കല്യാണം കഴിപ്പിച്ച് കൊടുത്താലേ അവൻ നമ്മുടെ കുഞ്ഞിനെ കൊല്ലും. നീ എന്ത് വിചാരിച്ചിട്ട് എന്നെ കുറിച്ച്? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? അങ്ങനെയൊന്നും നിന്നെ ഞാൻ വിടില്ലടി. നിന്നെ ഞാൻ ഈ ട്രാപ്പിൽ പെടുത്തിയത് എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാ. ആര് കൊല്ലാനടി? നിന്റെ പഴയ കാമുകൻ രാജുവോ? അതുകൊണ്ടല്ലേടി അവന് വന്നെത്താൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നത്. നിന്റെ മനസ്സ് നിറയെ രാജുവാണെന്ന് എനിക്കറിയാടി. അതുകൊണ്ട് തന്നെയാ നിന്നോട് എനിക്ക് മോഹവും. വിടാം, എന്റെ ആഗ്രഹം ഒന്ന് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. കല്യാണമൊക്കെ പിന്നെ നടത്തിയാ മതി. കല്യാണം വേണമെന്ന് തന്നെ ഇല്ല. അന്ന് നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോ മുതലുള്ള മോഹം, അതിയായ മോഹം. ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. വന്നാൽ തന്നെ നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം എന്റെ കൂട്ടുകാർ കുറെ പേരുണ്ടടി പുറത്ത്. വരുന്നവരവര് നോക്കിക്കോളും. നിന്റെ ഈ സൗന്ദര്യം എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റുക. ഇതുപോലെ പല പെൺകുട്ടികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടടി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നിന്നോട് ഞാൻ ഇനി ഒരലിവും കാണിക്കില്ല. അടങ്ങിക്കടി. ബൈക്ക്
നിന്റെ രക്ഷകനാണെന്ന് തോന്നുന്നു. മേഡം മേഡം ഓ, അവൻ തന്നെ നിന്റെ കാമുകൻ. പക്ഷേ ഇന്നവൻ തോറ്റു മടങ്ങും. അവനും നിന്നെ രക്ഷിക്കാൻ പറ്റില്ലടി. രാജു മേഡം മേഡം രാജു മേഡം രക്ഷിക്ക്. മേഡം മേഡം രാജു മേഡം നിലവിളിച്ച ആളെ കൂട്ടാൻ നോക്കിയാ കൊന്നുകളയും ഞാൻ. മേഡം മേഡം രാജു രാജു ഇവൻ എന്നെ ഉപദ്രവിക്ക. രാജു ആ, രാജു വിടടാ. വിടുവാൻ. വാതിൽ തുറക്ക്. മേഡത്തൊന്നും ചെയ്യരുത്. ജീവൻ വേണേ പൊയ്ക്കോടാ. ഇവളെ ഞാനിന്ന് സ്വന്തമാക്കും. വാ, തുറക്കടാ. രാജു നീ മരിക്കാൻ സമ്മതമാണെങ്കിൽ മാത്രം വന്നാ മതി. മേഡത്തെ വിടടാ. തുറക്കടാ. തുറക്കാൻ തുറക്കടാ. രാജു ഇവളെ ഞാനിന്ന് എന്റെ സ്വന്തമാക്കൂടാ. രാജു രാജു ആ, വിടടാ എന്നെ. ആ, രാജു 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 എടാ, രാജു രാജു നിക്കടി ഇവിടെ. കണ്ടോടാ ഇവളെ. നിന്റെ ഈ കാമുകിയെ നിന്റെ മുമ്പിൽ വെച്ച് ഇല്ലാതാക്കാൻ പോവാടാ ഞാൻ. മിണ്ടരുത് നീ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ നീ? ഒന്നുകിൽ ഇവളുടെ മരണം, ഇല്ലെങ്കിൽ ഇവിടെ എനിക്ക് വേണം. രാജു